Hello friends, in this video we will see Banarasi silk saree draping video. That is perfect hip pleats. Now we will detail video. This is our Banarasi saree. Saree is saree powder right tuck ചെയ്തിട്ടൊന്ന് കറങ്ങി ആദ്യം ടക്ക് ചെയ്ത ഭാഗം വരെ ടക്ക് ചെയ്തിട്ട് നിർത്തുക. അപ്പോൾ ടക്ക് ചെയ്യുമ്പോൾ നല്ലപോലെ ഒതുക്കി ടക്ക് ചെയ്യുക, പ്രത്യേകിച്ചും പട്ട് സാരീസ് ഒക്കെ. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് മുന്താണി പ്ലീറ്റ്സ് ആണ്. ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒന്ന് ചുറ്റിയിട്ട് ഈ ഭാഗം ലെഫ്റ്റ് പാവാടയിലൊന്ന് കുത്തി വയ്ക്കുക ജസ്റ്റ്. എന്നിട്ട് നമുക്ക് മുന്താണി പ്ലീറ്റ്സ് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ഇതിന് മുമ്പ് ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോസ് എന്ന് പറയുന്നത് പ്രീ പ്ലീറ്റിംഗ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ചെറിയ ചെറിയ പ്ലീറ്റ്സ് എടുത്തിട്ട് നമ്മൾ എടുക്കുന്ന പ്ലീറ്റ്സ് അനുസരിച്ചിട്ട് പിൻസ് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊണ്ടുപോവുക. അങ്ങനെയാണ് നമ്മൾ സിൽക്ക് സാരീസിനൊക്കെ പൊതുവെ ചെയ്യാറ്. ഇനി ഇത് ലെഫ്റ്റ് ഷോൾഡറിലോട്ട് ഇട്ടിട്ട് ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് കുത്തി കൊടുക്കുക. ഫ്രണ്ട് പ്ലീറ്റ്സ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്യുക മുന്താണിയുടെ. എന്നിട്ട് ഈ ഭാഗം ഫ്രണ്ടിലോട്ട് ഹിപ്പിൻ്റെ ഏരിയയിലോട്ട് കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ ഹിപ്പ് പ്ലീറ്റ്സ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനുള്ള ഒരു ട്രിക്കാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 2 പിൻസ് ഉപയോഗിക്കുന്നുണ്ട് ഹിപ്പ് പ്ലീറ്റ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യത്തെ പിന്ന് ഇതുപോലെ ബോർഡർ ഫ്രണ്ടിലോട്ട് വലിച്ചിട്ട് ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ സെക്യൂർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സാരി പാവാടയോട് കൂട്ടിയിട്ട് വേണം സെക്യൂർ ചെയ്ത് കൊടുക്കാൻ. പിന്നെ നല്ല ടൈറ്റായിട്ട് വേണം സേഫ്റ്റി പിന്ന് കുത്തി കൊടുക്കാൻ. എന്നാൽ മാത്രമാണ് ഹിപ്പിൻ്റെ ഏരിയയിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന പ്ലീറ്റ്സ് ആണ്, ഹിപ്പ് പ്ലീറ്റ്സ് എടുക്കാൻ പോവാണ്. അപ്പോൾ ഈ ബോർഡറിൻ്റെ ഭാഗം തുടങ്ങി വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഞാൻ 1 by 1 ആയിട്ട് മടക്കി കൊടുക്കുകയാണ് പ്ലീറ്റ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ മടക്കി കൊടുക്കുന്ന പ്ലീറ്റ്സ് നമ്മളൊരു സേഫ്റ്റി പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്താലുള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിപ്പ് പ്ലീറ്റ്സിൽ നമ്മൾ എടുക്കുന്ന ഈ പ്ലീറ്റ്സ് മുഴുവനും മാറിപ്പോകുന്നുള്ളൊരു ടെൻഷൻ വേണ്ട. നല്ല പെർഫെക്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. നമ്മൾ ഇരുന്നാലോ നടന്നാലോ ഒന്നും പ്ലീറ്റ്സ് ഡിസ്റ്റർബ് ആവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എക്സ്ട്രാ പ്ലീറ്റ്സ് ഈ വീഡിയോയിൽ കാണുന്ന പോലെ എടുക്കുന്നത്. പ്രത്യേകിച്ചും കല്യാണ സാരീസിനൊക്കെ ആണെങ്കിൽ പട്ട് സാരീസിനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ എടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. കാണാൻ നല്ല പെർഫെക്ഷൻ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇങ്ങനെ ഉടുക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഉടുത്ത് നോക്കൂ. നിങ്ങൾക്ക് തന്നെ അപ്പോൾ വ്യത്യാസം അറിയാൻ പറ്റും. സാധാരണ സാരി ഉടുക്കുന്നതിലും ഈ ഒരു ഹിപ്പ് പ്ലീറ്റ്സ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ലുക്കായിരിക്കും കാണാനായിട്ട്, നല്ല ഷേപ്പും ആയിരിക്കും. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. എടുത്തിരിക്കുന്ന പ്ലീറ്റ്സ് ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് പ്ലീറ്റ്സും അതുപോലെ തന്നെ സാരി പൗഡർ കൂട്ടിയിട്ട് ടൈറ്റായിട്ട് തന്നെ കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി എടുക്കേണ്ടത് ഫ്രണ്ട് പ്ലീറ്റ്സ് ആണ്. അപ്പോൾ നമ്മളൊരു മീഡിയം സൈസ് പ്ലീറ്റ്സ് ആണ് ഫ്രണ്ട് പ്ലീറ്റ്സിലോട്ട് എടുക്കുന്നത്. സാരി ഡ്രപ്പിങ്ങിൻ്റെ ടിപ്സും ട്രിക്സൊക്കെ അറിയാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അതിൽ ഞാൻ ഇൻസ്റ്റഗ്രാമിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കതിൽ എന്നെ ഫോളോ ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ ഫ്രണ്ട് പ്ലീറ്റ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ സാരി പൗഡറിലോട്ട് ടക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ടക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാനുണ്ട്. നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ഈ ഭാഗം ഉണ്ടല്ലോ, എക്സ്ട്രാ വന്നിട്ട് നമ്മൾ പ്ലീറ്റ്സ് എടുത്തിട്ടുണ്ടല്ലോ, ആ ഭാഗം കൂടി സാരി പാവാടയിലോട്ട് ഒന്ന് ടക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മാത്രം നമ്മൾ ഫ്രണ്ട് പ്ലീറ്റ്സ് എടുത്തിട്ട് ടക്ക് ചെയ്ത് കൊടുക്കുള്ളൂ. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റിലെ പ്ലീറ്റ്സ് ഒന്നുകൂടി ടൈറ്റായിട്ടിരിക്കും. ഇനി ലൂസാണെന്നുള്ളൊരു ടെൻഷനും വേണ്ട. അതിനുശേഷം ഫ്രണ്ട് പ്ലീറ്റ്സ് സാരി പാവാടയിലോട്ട് ഭംഗിയായിട്ട് നാവലിന് സ്ട്രെയിറ്റ് വരുന്ന രീതിയിൽ ടക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് താഴെ വരെ പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്യുക. ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കാം. ഇനി എക്സ്ട്രാ വന്നേക്കുന്ന ഈ ഭാഗം ബാക്കിലോട്ട് വലിക്കുമ്പോൾ ഫ്രണ്ട് പ്ലീറ്റ്സ് ഡിസ്റ്റർബ് ആവാതിരിക്കാൻ ഒന്ന് ഫ്രണ്ട് പ്ലീറ്റ്സ് പിടിച്ചിട്ട് വേണം ബാക്കിലോട്ട് വലിച്ചിട്ട് നല്ല ടൈറ്റ് ആവുന്ന രീതിയിൽ തന്നെ സാരി പാവാടയിലോട്ട് ടക്ക് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നാവലിന് സ്ട്രെയിറ്റ് അല്ല നിങ്ങൾ കുത്തിയെന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് നാവലിന് സ്ട്രെയിറ്റ് ആക്കിയാൽ മതി പ്ലീറ്റ്സ്. അപ്പം നമ്മുടെ സാരി ഉടുക്കലിവിടെ കഴിഞ്ഞേക്കാണ്. അപ്പോൾ നമ്മുടെ ബനാറസി സിൽക്ക് സാരി ഡ്രപ്പിംഗ് ഇവിടെ കഴിഞ്ഞേക്കാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഹിപ്പ് പ്ലീറ്റ്സും കിട്ടിയിട്ടുണ്ട്, നല്ല ഒതുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഈ ട്രിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല ന്യൂ ഡിസൈൻസ് സാരീസൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആമസോണിൻ്റെ, നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അതല്ല നല്ല വില കുറവിൽ നല്ല ട്രെൻഡിങ് ട്രഡീഷണൽ ആയിട്ടുള്ള കളക്ഷൻസുള്ള സാരീസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
ഇനി നിങ്ങൾക്ക് ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്ന ബട്ടൺ അമർത്താനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് അടുത്ത സാരി ഡ്രപ്പിംഗ് വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.